എറണാകുളത്ത് വളപ്പ് ബീച്ചിൽ തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ്. ഇന്നലെയാണ് യമൻ പൗരന്മാരായ 2 വിദ്യാർത്ഥികളെ കാണാതായത്. പോലീസും ഫയർഫോഴ്സും കോസ്റ്റൽ പോലീസും ഒക്കെ ചേർന്ന് തിരച്ചിൽ നടത്തുകയാണ്. സൈഫുനീസ അലിയാറുണ്ട്. സൈഫുനീസ, തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? സേതുലക്ഷ്മി, തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് തമിഴ്നാട്ടിലെ കോളേജിൽ പഠിക്കുന്ന രത്നം കോളേജിൽ പഠിക്കുന്ന 9 അംഗ സംഘം ഇവിടെ പുതുവൈപ്പ് വളപ്പ് ബീച്ചിലേക്ക് വിനോദയാത്രയ്ക്കായി എത്തിയത്. ഇത് കോളേജ് സംഘടിപ്പിച്ച വിനോദയാത്രയല്ല, കുട്ടികൾ സ്വന്തം നിലയിൽ വാഹനം സംഘടിപ്പിച്ച് ഇവിടെ വിനോദയാത്രയ്ക്കായി എത്തിയതാണ്. ഈ 9 പേരുടെ സംഘമാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേർ സുഡാൻ പൗരന്മാരും ബാക്കി 7 പേർ യമൻ പൗരന്മാരുമാണ്. ഇപ്പോൾ കാണാതായ 2 പേരും യമൻ പൗരന്മാരാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവരുടെ കൂടെ ഉണ്ടായിരുന്നത് ഇന്നലെ ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നവരാണ്. ഇവർ തെരച്ചിൽ നടക്കുന്നതിനാൽ തന്നെ ഇവിടെ തന്നെ തുടരുകയാണ്. ഒരു വിവരവും നിലവിൽ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഒക്കെ സഹായത്തോടു കൂടിയാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഈ തിരയിൽപ്പെട്ട് ഇവരെ കാണാതാവുകയായിരുന്നു. മറ്റുള്ളവർ ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം നടന്നില്ല എന്ന് വേണം മനസ്സിലാക്കുവാനായി. ഇപ്പോൾ ഇവിടെ പ്രദേശവാസികളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്? ഇപ്പോൾ തെരച്ചിൽ ഇന്നലെ വൈകിട്ട് മറ്റേ നേവി, പിന്നെ കോസ്റ്റ് ഗാർഡ്, പിന്നെ ഫിഷറീസ് വകുപ്പിൻ്റെ ബോട്ടുണ്ടായിരുന്നു, പിന്നെ ഫയർഫോഴ്സ്, ഞാറക്കൽ പോലീസ് എല്ലാവരുടെയും തെരച്ചിലുണ്ടായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്ക് നേവലിൻ്റെ കോസ്റ്റൽ പോലീസിൻ്റെ തെരച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ അവരെന്തോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്തോ പോയേക്കാണ്. തെരച്ചിൽ തുടരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ കടലോര ജാഗ്രതാ സമിതിയുടെ ചെയർമാനാണ് ബാബുച്ചേട്ടൻ. എത്ര മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്? എങ്ങനെ ഉണ്ടായതെന്നാണ് മനസ്സിലായത്? ഒരു 12:45 ഈ അപകടം ഉണ്ടായത്. അപ്പം തന്നെ വിളിക്കുകയും പിന്നെ ഇവർക്ക് ഭാഷ അറിയാത്തതുകൊണ്ട് ഞാൻ അറബിയാണ് ഇവർ സംസാരിക്കുന്നത്. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തപ്പോഴാണ് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇവർ രത്നം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോയമ്പത്തൂരിൽ നിന്ന് വന്ന പിള്ളേരാണ്. അതിൽ 7 യമൻ പൗരന്മാരും 2 സുഡാൻ പൗരന്മാരുമാണ് ഉണ്ടായിരുന്നത്. ഇവരെ കുളിക്കാനായിട്ട് അധികം അങ്ങോട്ടേക്ക് നീങ്ങി ഇറങ്ങിയിരുന്നോ? അങ്ങനെ എന്തെങ്കിലും വിവരം? ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ കരയായിരിക്കും, പിന്നെ ഇടയാളുമാണ്, ഭയങ്കര ആളുമായിരിക്കും, പിന്നെ അപ്പുറത്ത് കരയായിരിക്കുള്ളൂ. അങ്ങനെ പിന്നെ അപകടത്തിൽ പെടുന്ന ഇപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് 12 പിള്ളേരാണ് ഇത് കൂടാണ്ട് മരിച്ചേക്കണ. മരിച്ചു കഴിഞ്ഞാൽ ഇത് നേരം കഴിഞ്ഞാൽ ഇത് ബോഡി പൊങ്ങുള്ളൂ. പരമാവധി ഇവിടെ ഒരു 1/2 കിലോമീറ്ററിനുള്ളിലാണ് ഈ ബോഡിയൊക്കെ ഇവിടെ പൊങ്ങിയേക്കണത്. ചിലപ്പോൾ പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ്. പുറംകടലിലേക്ക് പോവാം, ചെല്ലാൻ അങ്ങാടാ പോവുള്ളൂ. അപ്പോൾ ഇത് ഇന്ന് തന്നെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ. പിന്നെ എല്ലാ ഫോഴ്സും ഇന്നലെ മറ്റുള്ള രാഷ്ട്രങ്ങളായ എല്ലാ ഫോഴ്സും ഇന്നലെ 2 ചേതക് ഹെലികോപ്റ്റർ, മറ്റ് ഹെലികോപ്റ്റർ 3 ബോട്ടുകളൊപ്പം നിന്ന് ഇവിടുത്തെ DSP വന്നിട്ടുണ്ടായി. CI 1 മണിക്ക് വന്നിട്ട് രാത്രി 1 മണിക്കാണ് പോയത്. ഞാറക്കൽ CI, കോസ്റ്റൽ പോലീസ് വന്നിട്ടുണ്ടായി, ഫിഷറീസിൻ്റെ ബോട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ ഇങ്ങനെ വരുന്നുണ്ടല്ലേ? എല്ലാ കുട്ടികളും ഇവിടെ വരണം. പക്ഷേ ഇതിനൊരു സെക്യൂരിറ്റി ഇല്ല. ഇപ്പോൾ ഞങ്ങൾ കടലോര ജാഗ്രത സമിതി ആവശ്യപ്പെടുന്നത് ഞങ്ങൾ സേവനമാണ്. നമ്മൾ ബോംബെ ആക്രമണം കഴിഞ്ഞ പിന്നെ ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കിയൊരു സംഘടനയാണത്. അപ്പോൾ ഞങ്ങൾ ചെന്ന് നേരിട്ട് പറഞ്ഞാൽ അവരൊരിക്കലും കയറില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു യൂണിഫോം ആവശ്യപ്പെട്ട് ഞങ്ങൾ പല പ്രാവശ്യം ഇതായിരുന്നു. അപ്പോൾ ഇന്നലെ DSP രാജേഷ് സാർ വന്നുകൊണ്ട് പറഞ്ഞ് എത്രയും പെട്ടെന്ന് എനിക്ക് യൂണിഫോം കൊടുക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ട് പോയേക്കണം CI അദ്ദേഹത്തിനോട്. ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നു ഈ കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്? എത്ര ശ്രദ്ധയിൽപ്പെട്ടാലും ഇവരോട് പറഞ്ഞാൽ കയറില്ല. ഒന്നാമത് ഭാഷയുടെ വിഷയം ഉണ്ടായി. ഇവിടുത്തെ ആൾക്കാർ തന്നെ ഇറങ്ങിയാലും രക്ഷയിൽ. ഈ പരിസരവാസികൾ ഇപ്പോൾ വളപ്പ് അല്ലാത്ത പുതുവൈപ്പ് കമ്പനിപ്പീടി അവിടെ നിന്നൊക്കെ വരും. അവർക്ക് നമ്മൾ പറഞ്ഞാൽ അനുസരിക്കില്ല. അതാണ് ഈ ബീച്ചിൻ്റെ സ്വഭാവം അറിയാതെ വന്ന കുട്ടികൾ കൂടിയാണിത്. കാരണം നമ്മുടെ നാട്ടുകാരുമല്ല, ഇന്ത്യക്കാരുമല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ചിലപ്പോൾ അവരുടെ നാട്ടിലേക്ക് ബീച്ചിൻ്റെ ഒരു സ്വഭാവമാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കാം ഇവിടെ കുളിക്കാൻ ഇറങ്ങിയത്. എന്തായാലും അപകടത്തിൽപ്പെട്ട് 2 പേര് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. അവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. മൃതദേഹമെങ്കിലും കണ്ടുകിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. ശരി സൈഫുനീസ. എറണാകുളം വളപ്പ് ബീച്ചിലാണ് തിരയിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുന്നത്. സൈഫുനീസ വിവരങ്ങൾ നൽകിയത്.